आत्ताच मी एका मुलाला विचारलं की हा हॉल उघडा दिसतो, तुम्ही आतमध्ये जाऊन फक्त पाहू शकतो का? तो बोला हो हो बिंदास जा. तर अशा रीतीने आम्ही आता हॉलचं जे उत्सुकता असतं आतमध्ये काय आहे ते 5 मिनटासाठी आलेलो आहो. पाहूया आता. आणि गुरुजी शंकरजीचे भक्त आहेत आणि म्हणून हा नंदी इथं छानपैकी पिवळ्या रंगात ठेवलेला आहे. നല്ല കാര്യം. ഞാൻ എന്താ എനിക്കൊരു കോഴ്സിൽ ഒരാളെ എത്തിച്ചിട്ടു, അതെന്റെ ഗുരുവിന് കൊടുക്കുന്ന ദക്ഷിണയാണെന്ന് വിചാരിച്ചാൽ ഈ ബോഡി എവിടേക്കാ പോണേ, എന്താ പറയാ, എന്താ കാണുന്ന പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരാളെ കോഴ്സിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൽ കോഴ്സിലേക്ക് ഒരാളെ കൊണ്ടുവന്നതല്ല നമ്മൾ ചിന്തിക്കണ്ടേ. എന്റെ ഒരു സങ്കല്പം സക്സസ് ആയതാണ്, എന്റെ ഒരു സങ്കല്പം വിജയിച്ചു എന്നുള്ളതാണ് അറിയേണ്ടത്. എല്ലാ സങ്കല്പങ്ങളും വിജയിക്കും. അങ്ങനെ വന്നാൽ ഒരൊറ്റ കാര്യം കൊണ്ട് അവസാനിപ്പിക്കുക. എന്തുകൊണ്ടാണ് ഒരു ഇടത്തരക്കാരനായ ഒരു സാധാരണക്കാരനായ ആൾക്കാരുടെ വീട്ടിലെ കല്യാണം നോക്കിയിട്ടുണ്ടായിരുന്നത്? ഇപ്പം പൈസ ഒന്നുമില്ല, നല്ലൊരു പ്രപ്പോസൽ വരും, മക്കളെ പെൺകുട്ടികളെ കല്യാണം കഴിച്ചവർക്കുള്ള ബുദ്ധിമുട്ടെല്ലാവർക്കും അറിയില്ല. അപ്പൊ അതൊന്ന് ഉറപ്പിക്കും. അപ്പം ആരും ചോദിക്കും എന്ത് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഉറപ്പിച്ചിരിക്കുന്നത്, എത്ര പാവം കൊടുക്കണ്ടേ, എത്ര ചെലവ് വരില്ലേ? അതൊന്നും എനിക്കറിയില്ല, ഇത് നല്ലൊരു പ്രപ്പോസലാണ്, ഞാൻ എന്ത് വന്നാലും എന്റെ മോളെ കല്യാണം കഴിച്ചയക്കും. പിന്നെ അയാൾ എന്താ ചെയ്യാറില്ല? നിങ്ങൾക്ക് ആ 24 മണിക്കൂറും അത് മാത്രമേ പറയുള്ളൂ. ബസ്സിൽ യാത്ര ചെയ്യണം, എവിടേക്ക് പോകണം, അപ്പൊ അടുത്തിരിക്കുന്ന ആൾ പരിചയപ്പെട്ട എന്താ വിശേഷം ചോദിച്ചാൽ അടുത്ത ആദ്യത്തെ പറയാറിയോ, മോളുടെ കല്യാണമായിട്ടില്ലേ, അതിന്റെ ചെറിയ പരിപാടിയാണ്, ഇതേ പറയുവാള്. 24 മണിക്കൂറും അവരുടെ കല്യാണം മാത്രം മനസ്സിലുണ്ടാവുള്ളൂ. അതാണ് സങ്കല്പം എന്ന് പറയുന്നത്. സങ്കല്പം അതിന്റെ നെഗറ്റീവ് ഉണ്ടല്ലോ, അയ്യോ നടക്കോ, അത് പുറകെ വരുള്ളൂ. കല്യാണം നടക്കും, ഭംഗിയായി നടക്കും, ബന്ധുക്കളൊന്ന് ചോദിക്കും, സുഹൃത്തുക്കളൊന്ന് ചോദിക്കും, അല്ല ചേട്ടാ അത് എങ്ങനെ ഇതൊക്കെ നിങ്ങൾ 10 വ്യക്തിയിൽ എനിക്കറിയാനും ഉണ്ടായിരുന്നില്ല, ഇതെങ്ങനെ നടന്നെന്ന് പറയും. എനിക്ക് ഒരു പിടിയും കിട്ടിയില്ല. അപ്പോഴാണ് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്ന ദേവനെയൊക്കെ പറയും, അവരുടെ അനുഗ്രഹം കൊണ്ട് നടന്നു പറയും. ഇവിടെ അതിനു വേണ്ടി സംശയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അനുഗ്രഹം തരാൻ നമ്മുടെ മുമ്പിൽ വലിയൊരു ശക്തി നമ്മുടെ മുമ്പിലുണ്ട്. ആ ശക്തിക്ക് വേണ്ടി മാത്രം സങ്കല്പം നോക്കൂ. ആ ശക്തിക്ക് വേണ്ടി മാത്രം സങ്കല്പം